ഗ്യാസിൻ്റെ പ്രശ്നമായിട്ട് വരുന്ന പല ആൾക്കാരും പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും കീഴ്വായുവിൻ്റെ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വയറ് വീർത്ത് വരിക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുക, വയറ് വേദനയോ അല്ലെങ്കിൽ പെട്ടെന്ന് ബാത്റൂം പോകാൻ തോന്നുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പല ആൾക്കാരും വരാറുള്ളത്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ബാഡ് ബ്രത്തിൻ്റെ പ്രശ്നം, ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കോൺവെർസേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഗ്യാസ്, ഈ അസിഡിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇതിൽ നമ്മൾ ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ ഇതിന് കാരണമായിട്ടുള്ളത്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. നമ്മുടെ ക്ലിനിക്കിൽ ഗ്യാസിൻ്റെ പ്രശ്നമായിട്ട് വരുന്ന പല ആൾക്കാരും പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും കീഴ്വായുവിൻ്റെ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അത് പല ആൾക്കാരും ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമാവോ, ഇത് ബാക്കിയുള്ളവർ അറിയുമോ, അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് എന്നുള്ള പറയാറുണ്ട്. അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വയറ് വീർത്ത് വരിക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വയറ് വേദനയോ അല്ലെങ്കിൽ പെട്ടെന്ന് ബാത്റൂം പോകാൻ തോന്നുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പല ആൾക്കാരും വരാറുള്ളത്. കാരണം സാധാരണയായിട്ട് അത് ഒരു ഗ്യാസിൻ്റെ പ്രശ്നമല്ല, ഇതൊന്നും പ്രോബ്ലം അല്ല എന്ന് പറഞ്ഞ് വിടുന്ന ആൾക്കാർക്ക് മെയിനായിട്ടും അവരുടെ ജോലി സ്ഥലത്തൊക്കെയാണ് ഇതുകൊണ്ട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ബാഡ് ബ്രത്തിൻ്റെ പ്രശ്നം കൊണ്ട്, വായുനാറ്റത്തിൻ്റെ പ്രശ്നം കൊണ്ടും ഈ പറഞ്ഞ പോലെ ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കോൺവെർസേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് കൂടുതലും ഇപ്പോൾ ആൾക്കാരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഇനി ചില ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ നല്ല ഈ പറഞ്ഞ പോലെ ഗ്യാസ് കയറിയ പോലെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഉടനെ തന്നെ ബാത്റൂം പോകണം എന്ന് തോന്നുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വയറ് നല്ലോണം വേദനിച്ച് ബാത്റൂം പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഗ്യാസ്, ഈ അസിഡിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം, ഈ ഗ്യാസ് ഉള്ളവർക്ക് എന്തുകൊണ്ടാണ് ഈ വയറുവേദന അല്ലെങ്കിൽ എരിച്ചിൽ കാര്യങ്ങൾ ഉണ്ടാവുന്നത്, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇതിൽ നമ്മൾ ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ ഇതിന് കാരണമായിട്ടുള്ളത്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. പൊതുവിൽ ഈ ഗ്യാസ് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഈ അസിഡിറ്റി ഉള്ള ആളുകൾക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് എരിച്ചിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുത്തുന്ന പോലത്തെ വേദനയൊക്കെയാണ് സാധാരണയായിട്ട് കാണാറുള്ളത്. അപ്പോൾ ഈ ഗ്യാസ് ഉള്ളവർക്ക് വേദന ഉണ്ടാക്കാൻ കാരണമാവുന്ന ചില ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് GERD എന്ന് പറയും, ഗ്യാസ്ട്രോ ഇസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഈ ആസിഡും അതേപോലെ ഫുഡൊക്കെ മേപ്പോട്ട് കയറി വരുന്ന ഒരവസ്ഥ. ഇനി വേറൊരു കണ്ടീഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹയാറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ഉണ്ട്. അതിലും ഇതേപോലെ തന്നെയാണ് വരിക, മേപ്പോട്ട് കയറി വരുന്നൊരു പ്രശ്നമാണ് ഉണ്ടാവുക, കൂടുതലായിട്ടും ഉണ്ടാവുക. അതേപോലെ ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആൾക്കാർക്ക്, ആസിഡ് സെക്രീഷൻ കൂടുതലായിട്ടുള്ള ആൾക്കാർക്കും ഇതേപോലെ ഈ മേപ്പോട്ട് കയറി വരിക അല്ലെങ്കിൽ ഈ എരിച്ചിൽ, പുകച്ചിൽ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ആമാശയത്തിലാകുമ്പോൾ ഈ ആസിഡ് ആമാശയത്തിൻ്റെ വാളിനൊന്നും അഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് അതിനൊരു പ്രൊട്ടക്ഷൻ ലെയർ ഉണ്ടാവും. നമ്മൾ ഗ്യാസ്ട്രിക് മ്യൂക്കോസ എന്ന് പറയും, ഒരു പ്രൊട്ടക്ഷൻ ലെയർ ഉണ്ടാവും. പക്ഷെ നമ്മൾ കാലക്രമേണ ചെയ്യുന്ന പല പല കാരണങ്ങൾ കൊണ്ട് ഈ മ്യൂക്കോസൽ ലെയർ കേടാവുക അല്ലെങ്കിൽ ഡിസ്ട്രോയ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഈ പറഞ്ഞ പോലത്തെ എരിച്ചിൽ, പുകച്ചിൽ, പിന്നെ അൾസർ, അങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ കഴിക്കുന്ന ചില ഫുഡുകളായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഇത് മേപ്പോട്ട് കയറി വരാനും പിന്നെ അത് ഫുഡ് പൈപ്പിലൊക്കെ ഈ പറഞ്ഞ പോലത്തെ അൾസർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടും ഒരു കാരണമാവും. അപ്പോൾ GERD എന്ന് പറയുന്നത് ഒരു കാരണമാണ്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ IBS ഉള്ള ആൾക്കാർക്ക്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക് കുടൽ കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ച ഉടനെ തന്നെ ബാത്റൂം പോവുകയോ അല്ലെങ്കിൽ മാറി മാറി വരാം, ഒന്നെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആവാം അല്ലെങ്കിൽ ഡയറിയ പോലെ ആവാം, അങ്ങനത്തെ പ്രശ്നമാണ് ഇതുണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിൽ സെൻസിറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു വയറുവേദന പോലെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇനി അടുത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുടലിലുള്ള അണുബാധകൾ, അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ H. പൈലോറി ബാക്ടീരിയയാണ്. H. പൈലോറി ബാക്ടീരിയയുടെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിലും ഈ അൾസറൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്.
ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ദഹനക്കേട്. കറക്റ്റായിട്ട് ദഹിക്കാതിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലത്തെ പല പല ടൈപ്പായിട്ടുള്ള ഗ്യാസുകൾ ഉണ്ടാവുകയും ഈ ഗ്യാസ് ഇങ്ങനെ നിറയുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു വയറുവേദനയോ അല്ലെങ്കിൽ ഒരു ഭയങ്കര അസ്വസ്ഥത പോലത്തെ ഒക്കെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി വേറൊരു കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പിത്തസഞ്ചിയിൽ കല്ലുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ അധികം ഈ കൊഴുപ്പടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ എണ്ണ ഉള്ള ടൈപ്പ് ഫുഡുകൾ കഴിച്ചതിന് ശേഷമാണ് വയറുവേദന സാധാരണയായിട്ട് ഉണ്ടാവാറ്. അതേപോലെ പാൻക്രിയാസ് വീക്കമോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ പോലത്തെ വയറുവേദന ഉണ്ടാക്കാറുണ്ട്. ഇനി വയറുവേദനയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഓർഗൻസ് ഇരിക്കുന്ന സ്പേസിനനുസരിച്ച് നമുക്ക് ആ വയറുവേദന ഏകദേശം ഏത് അവയവമായിരിക്കും ബന്ധപ്പെട്ടിരിക്കുക എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്ക് വയറിൻ്റെ മുകൾ ഭാഗത്ത് വലത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ അത് കോമൺലി കരൾ വീക്കമോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം എന്ന് പറയാം. അതേപോലെ താഴെ റൈറ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ളൊരു പെയിൻ വരികയാണ്, പെട്ടെന്ന് ഛർദി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അപ്പൻഡിസൈറ്റിസിൻ്റെ കാരണങ്ങളായിട്ടാവും ഉണ്ടാവുക. ഇനി പല ആൾക്കാർക്കും വേറൊരു സംശയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ക്യാൻസർ എന്നിങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ എനിക്ക് ഉണ്ടാവുക എന്നുള്ളൊരു തോട്ട് പല ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ആമാശയ ക്യാൻസറും ഗ്യാസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ അസ്വസ്ഥതകൾ തന്നെയാണ് രണ്ടിലും ഉണ്ടാവുക. പക്ഷെ നമുക്ക് ഈ വെറും ഒരു ഗ്യാസ് അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് അത് ക്യാൻസർ ആണെന്ന് പറയാൻ പറ്റില്ല. ഇനി ക്യാൻസറിന് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളുടെ കൂടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഭക്ഷണത്തോടുള്ള വിരക്തി എന്ന് പറയും. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നാത്തൊരവസ്ഥ അല്ലെങ്കിൽ വിശപ്പില്ലാത്തൊരവസ്ഥ, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുക. അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഛർദി അല്ലെങ്കിൽ ഒരു ഓക്കാനം പോലെ, ഇനി ചില സമയത്ത് ഛർദിക്കുന്ന സമയത്ത് രക്തം എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്ലീഡിങ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മലത്തിലും അതേപോലെ തന്നെ നിറവ്യത്യാസങ്ങൾ, കൂടുതൽ കറുത്ത കളർ അല്ലെങ്കിൽ ഡാർക്കായിട്ട് പോകുന്ന പോലെ സിംറ്റം കാണാറുണ്ട്. ഇനി ശരീരഭാരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇപ്പോൾ ക്യാൻസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ശരീരഭാരം കുറയുന്ന പോലെ ഒരു ക്ഷീണം പോലത്തെ ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഛർദിയും കാര്യങ്ങളും ഗ്യാസ് ഉള്ളവർക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ സ്ഥിരമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കാമെന്നേ ഉള്ളൂ. കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് ആസിഡിറ്റി, ഗ്യാസ് എന്നൊക്കെ പറയുന്നത്. ഇനി അങ്ങനെ എന്തെങ്കിലും വേറെ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് അല്ലെങ്കിൽ ഈ ബ്ലോട്ടിംഗ് പോലെ ഉണ്ടാകുന്നത് വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ലിവറിനെ എന്തെങ്കിലും അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ പൊതുവിൽ കാണാറുണ്ട്. അതേപോലെ തന്നെ മലബന്ധമുള്ള ആൾക്കാർക്ക്, മലം കറക്റ്റായിട്ട് പോവാത്ത ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഉള്ളിൽ ഒരു ഫില്ല് ചെയ്ത പോലത്തെ ഒരു സെൻസേഷൻ ആയിരിക്കും ഉണ്ടാവുക. എപ്പോഴും ഗ്യാസ് അല്ലെങ്കിൽ നിറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു സെൻസേഷൻ ആയിരിക്കും ഉണ്ടാവുക. അതൊക്കെ ഇത്തരം കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗ്യാസ് വരാറുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പെട്ടെന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക്, അതേപോലെ അധികം ചവച്ചരയ്ക്കാതെ ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക്, അതേപോലെ നമ്മൾ സ്ക്രീൻ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക്, അവർക്കൊക്കെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഉള്ളിലേക്ക് ഗ്യാസ് കയറാൻ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് വായു ഉള്ളിൽ പോകാനും പിന്നെ അത് ഗ്യാസായിട്ട് നമുക്ക് ഏമ്പക്കം പോലെയോ അല്ലെങ്കിൽ മേപ്പോട്ട് ഈ പറഞ്ഞ പോലെ പുളിച്ചുതകെട്ടൽ പോലെയോ അങ്ങനെയൊക്കെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയും. എന്ന് വെച്ചാൽ ആസിഡിൻ്റെ അളവ് കുറവുള്ള ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്കാകുമ്പോൾ ഈ പറഞ്ഞ പോലെ ദഹിക്കുന്നില്ല. ആസിഡ് കുറവായതുകൊണ്ട് തന്നെ ഭക്ഷണം അധികം ദഹിക്കാത്തതുകൊണ്ട് അവർക്ക് ഈ ദഹിക്കാത്ത ഭക്ഷണത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഗ്യാസുകൾ ഉണ്ടാവും. അത് ഒരു കാരണമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത്രയും കാരണങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അസിഡിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു വേർഡ് മാത്രമാണ്. അതിന് പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം ഉള്ളത്, എന്താണ് അതിൻ്റെ അണ്ടർലൈങ് കോസ്, ഇൻഡൈജഷൻ ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഈ IBS പോലത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അൾസർ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള മെഡിസിൻസ് കഴിച്ചാലാണ് നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്യാസ് അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് വേറെ കാണുന്ന ഒരു പ്രശ്നമാണ് ഈ വായുനാറ്റം എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ ആ കീഴ്വായുവിൻ്റെ പ്രശ്നം എന്നൊക്കെ പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പാത്വേ ആയതുകൊണ്ട് തന്നെ വയറിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഗ്യാസ് ഒക്കെ വായിൽ കൂടെ പുറത്ത് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പുറത്ത് വരുന്ന പോലെയോ ഒരു സ്മെല്ല് വരുന്ന പോലെയോ ഒക്കെ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് വായിൽ തന്നെയാണ്. വായിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പല്ലിന് കേടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ആദ്യം നോക്കണം. എന്നിട്ട് നമുക്ക് ഇല്ല പല്ലിന് കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം അടുത്തതായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് ഗ്യാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വയറിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്.
ഇനി പൊതുവിൽ ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് കൂടുതലായിട്ടും കാണുന്നത്. ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ചിലവർക്ക് ചേന, ചേമ്പ് അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് ഗ്യാസ് ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെ ചിലവർക്ക് പാലുൽപ്പന്നങ്ങൾ ദഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ പോലെ, നമ്മൾ ലാക്ടോസ് ഇൻടോളറൻസ് ഒക്കെ പറയും. ചിലവർക്ക് അത് കഴിച്ചാലും എന്തെങ്കിലും ഡയറിയ പോലെ വരിക, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഫുഡ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാരുണ്ട്. അതേപോലെ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഗോതമ്പിൻ്റെ ഐറ്റംസ് അല്ലെങ്കിൽ മൈദ ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക. ഇനി ചിലവർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പൊരിച്ചതും വറുത്തതും അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളും പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അത് കൂടുതലും കാണുന്നത് ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പുളിച്ചു തകട്ട അല്ലെങ്കിൽ ഓക്കാനം ആയിട്ടാണ് വരാറുള്ളത്, ഗ്യാസ് അല്ലാതെ. ഇനി വേറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് മുട്ട പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. എല്ലാവർക്കും ഉള്ളതല്ല. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഇലക്കറികൾ കഴിക്കാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്, നാരുകളാണ് പറയുമെങ്കിലും ചില ആൾക്കാർക്ക് ഈ മുരിങ്ങ കഴിച്ചാലും ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. സാധാരണയായിട്ട് എന്ന് വെച്ചാൽ അത്ര കോമൺ ആയിട്ട് കാണുന്നതല്ലെങ്കിലും ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് മുരിങ്ങ കഴിച്ചാൽ ഈ പറഞ്ഞ പോലെ ദഹനക്കേടിൻ്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്നത് ഈ പറഞ്ഞ പോലെ വയറിളക്കം പോലെ വരാറുണ്ട് എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് അത് ദഹിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ പയറുവർഗ്ഗങ്ങളാണ്. അതിൽ ഈ പറഞ്ഞ പോലെ കടല, നമ്മുടെ ചെറുപയർ, വൻപയർ അങ്ങനത്തെ, അല്ലെങ്കിൽ ഉഴുന്ന്, പരിപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് ചില ആൾക്കാർക്ക് ഗ്യാസ് ഉണ്ടാക്കാറുണ്ട്. ഇനി പറയുന്ന പോലെ ഗ്യാസ് ഉള്ളവർക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സ് എന്ന് പറയും. ഈ പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ബാക്ടീരിയകളെ നമ്മൾ കുടലിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് മോസ്റ്റ്ലി നമ്മൾ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡ്സ്, അതേപോലെ ഈ മോര്, തൈര്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറുകൾ, ഈ വിനാഗിരിയും മസാല സ്പൈസി ഒന്നും ചേർക്കാത്ത അച്ചാറുകൾ ഉണ്ടാവും, നമ്മൾ ഉപ്പിലിട്ട് അച്ചാറുകൾ. അതേപോലെ തന്നെ ഈ പറഞ്ഞ യോഗട്ട് അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇനി പ്രീബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഈ വളരുന്ന നല്ല ബാക്ടീരിയകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഫുഡാണ്, അതിനെ അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ നോക്കുകയാണെങ്കിൽ നാരുകളുള്ള ഭക്ഷണങ്ങൾ, ഇപ്പോൾ നമ്മൾ അരി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫെർമെൻറ്റഡ് ആവുന്ന സമയത്ത് ഈ ഗ്യാസിൻ്റെ പ്രശ്നം ചില ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ തവിട് കളയാത്ത അരി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കൂടുതലും കിട്ടുന്നത് ഫൈബർ കണ്ടൻ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ പറയാറുള്ള എല്ലാ ഫ്രൂട്ട്സുകളും അതേപോലെ തന്നെ ഇലക്കറികളും പച്ചക്കറികളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൈഡായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ദഹനത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ വയറിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് സഹായിക്കും. അതേപോലെ നമ്മൾ അടുക്കളയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ലോ ക്വാളിറ്റി ഓയിൽ ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ ചിലവർ ഡാൽഡയൊക്കെ ഇട്ടിട്ട് എപ്പോഴും വെക്കുന്ന പ്രവണതയൊക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ളവർ അത്തരം ഫുഡുകളൊക്കെ അല്ലെങ്കിൽ അത്തരം ഐറ്റംസൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാം. അതേപോലെ തന്നെ മസാലപ്പൊടികളാണെങ്കിൽ നമ്മൾ പാക്കറ്റ് മസാലപ്പൊടി എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ അത് പ്രിസർവ് ചെയ്ത് കുറേ കാലമായിട്ട് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ടൈപ്പ് പൊടികളാണ്. അപ്പോൾ മാക്സിമം നമ്മൾ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന ടൈപ്പ് പൊടികൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്തരം പൊടികൾ വീട്ടിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പയറുവർഗ്ഗങ്ങളൊക്കെ നമ്മൾ വെള്ളത്തിൽ നല്ലോണം കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്യാസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അതിന് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ടും കൂടെ സാധിക്കും. പിന്നെ വേറൊരു കാര്യം നമ്മളെപ്പോഴും പറയുന്നത്, ജീവിതശൈലിയിൽ നമ്മൾ ഈ ഗ്യാസ് കെട്ടിക്കിടക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വ്യായാമം എന്ന് പറയുന്നത്. അത് ഒരു 30 മിനിറ്റെങ്കിലും നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ആക്ടിവിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാസ് കുടുങ്ങി കിടക്കില്ല. അതേപോലെ തന്നെ കുടലിൻ്റെ ഫങ്ഷൻസ് ഒന്ന് മെച്ചപ്പെടുകയും ചെയ്യും. നല്ല രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ ദഹനമായാലും അല്ലെങ്കിൽ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളായാലും ഒക്കെ നമുക്കൊന്ന് ഓക്കെ ആക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഫുഡ് ഐറ്റംസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഈ പുറത്തൊക്കെ വീണ്ടും വീണ്ടും ഒരേ എണ്ണ തന്നെ ഉപയോഗിക്കുന്നുണ്ടാവാം. അതേപോലെ തന്നെ പല പല ടൈപ്പ് മസാലകൾ, ഈ പറഞ്ഞ പോലെ തന്നെ ഡാൽഡ പോലത്തെയൊക്കെ പുറത്തുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കുറച്ചിട്ട് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് മാത്രം ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഓൾറെഡി ഗ്യാസിൻ്റെ പ്രശ്നം തുടങ്ങിയ ആൾക്കാർ, ചെറുതായിട്ടൊക്കെ തുടങ്ങിയ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഈ കാര്യങ്ങൾ ഇപ്പോഴേ ഫോളോ ചെയ്ത് തുടങ്ങുക. അടുത്തടുത്ത സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അൾസർ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും, ഇപ്പോൾ ചില ആൾക്കാരുണ്ട് കൂടുതലായിട്ടും ഈ സ്പൈസി ആയിട്ട് കഴിക്കുന്ന ആൾക്കാർ, നല്ല എരിവിൽ കഴിച്ചാലേ അവർക്ക് ഇഷ്ടമുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അതിനോടൊരു ക്രേവിങ്സ് പോലെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ സ്പൈസി കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ പറയുന്ന എരിവ് അല്ലെങ്കിൽ മസാലകൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഗ്യാസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഈ വയറിൻ്റെ പ്രശ്നം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പാരമ്പര്യമായിട്ടുള്ള ഒരു കോസും കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ജനറേഷനിലും ഗ്യാസ് വരാനുള്ള സാധ്യത ഉണ്ട്. അത് അങ്ങനെ കണ്ടുവരാറുണ്ട്.
അപ്പോൾ അത്തരം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് അതുപോലത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ആദ്യമേ ഫോളോ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആ ഫുഡിലെ കാര്യങ്ങളിലും ലിമിറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ ഫുഡ് സ്കിപ്പ് ചെയ്യാതിരിക്കുക, പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ്. കാരണം നമ്മൾ കുറേ നേരം ഫാസ്റ്റിങ്ങിൽ ഇരുന്നിട്ടാണ് നമ്മൾ ആ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ആ ഫുഡ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആസിഡ് സെക്രീഷനോ അല്ലെങ്കിൽ ഈ ഗ്യാസിൻ്റെ പ്രശ്നം അതൊക്കെ കൂടാനായിട്ടൊരു കാരണമാവും. അതുപോലെ തന്നെ ബാക്കിയുള്ള സമയത്തും ഒരു ഓൾമോസ്റ്റ് നമുക്കൊരു മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ വിടാൻ പാടുള്ളൂ. കുറേ നേരമൊക്കെ വിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വയറിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓരോരോ സിംറ്റംസ് കാണുന്നു, ഇത് വെറും ഗ്യാസ് ആണ് എന്ന് പറഞ്ഞ് വിടാതെ എന്തെങ്കിലും പ്രശ്നം അണ്ടർലൈയിങ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ? കാരണം ഇപ്പോൾ IBS ഒക്കെ ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫുഡും മരുന്നും വെച്ചിട്ട് കറക്റ്റാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് കൺസൾട്ടേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.